ഹരേ കൃഷ്ണ. വളരെ പുണ്യമായ ഏകാദശിയാണ് കാമിക ഏകാദശി. ദേവശൈനി ഏകാദശിക്ക് ശേഷം വരുന്ന ഏകാദശിയാണ് കാമിക ഏകാദശി. ദേവശൈനി ഏകാദശിയുടെ പുണ്യം നമ്മൾ കഴിഞ്ഞ ഏകാദശി എടുക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഏകാദശി എടുത്ത എല്ലാവർക്കും അതിൻ്റെ പുണ്യം ലഭിച്ചിട്ടുണ്ട്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ഈ പുണ്യ ദിവസം 2025 ജൂലൈ 21 തിങ്കളാഴ്ച നമ്മൾ ഈ ഏകാദശി ആചരിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പാണ്ഡവർക്ക് അവരുടെ വനവാസകാലത്ത് എല്ലാ ഏകാദശികളെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞു കൊടുത്തത്. കർക്കിടക മാസത്തിൽ നമ്മൾ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ കർക്കിടക മാസത്തിൽ കാമിക ഏകാദശി കൂടി വന്നിരിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ്. ഒരിക്കൽ ബ്രഹ്മാവ് നാരദർക്ക് ഈ ഏകാദശിയുടെ പുണ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പത്മപുരാണങ്ങളിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. 1000 യാഗങ്ങൾ നടത്തുന്നതിൻ്റെ തുല്യമാണ് ഈ ഏകാദശി. ഈ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് സകല പാപങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നതിനൊപ്പം വിഷ്ണു പ്രീതിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഏകാദശി ദിവസം നമ്മൾ അതിരാവിലെ കുളിച്ച് ഭഗവാനെ വിളക്ക് തെളിച്ച് നമ്മുടെ സകല പാപങ്ങളും മാറാനും ഭഗവാന്റെ അനുഗ്രഹവും കിട്ടാനും പാപങ്ങൾ ചെയ്യാൻ തോന്നാതിരിക്കാനും ഭഗവാനോട് ക്ഷമയാചിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഭഗവാന് എള്ളെണ്ണ കൊണ്ടോ നെയ്യ് കൊണ്ടോ വിളക്ക് തെളിക്കുന്നത് അത്യുത്തമമാണ്. ഏകാദശി ദിവസം സാധിക്കുമെങ്കിൽ 5 തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ്. ഭഗവാനെ തുളസിയില കൊണ്ട് അർച്ചന ചെയ്യുക. അറിയുന്ന നാമങ്ങൾ സമർപ്പിക്കുക. ഏകാദശി ദിവസം എണ്ണ തേക്കാതെയാണ് കുളിക്കേണ്ടത്. പകലുറക്കം പാടില്ല. കൂടുതൽ സമയം ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വ്രതദിവസം അതിരാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. ഭഗവാനെ തുളസിമാല, തൃക്കൈവെണ്ണ, ധൂപം സമർപ്പിക്കുക. പിന്നെ നിവേദ്യം സമർപ്പിക്കുക, അലങ്കരിക്കുക, പുഷ്പങ്ങൾ കൊണ്ട് സമർപ്പിക്കുക, പാൽപായസം നേദിക്കുക, ഭാഗ്യസൂത്രം ചെയ്യുക. ഈ വഴിപാടുകൾ കഴിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞിട്ടാണ് പാരണ വിടേണ്ടത്. പാരണ സമയം പറഞ്ഞതിന് ശേഷം വ്രതകഥയും ഹരിവാസര സമയവും പറഞ്ഞു തരാം. അതുവരെ എല്ലാവരും ക്ഷമയോടെ കേൾക്കണം. പാരണ വീടേണ്ട സമയം 2025 ജൂലൈ 22 രാവിലെ 6:12 മുതൽ 7:05 വരെയാണ്. ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശി ദിവസത്തെ ഏറ്റവും പുണ്യമായ സമയമാണ്. ആ സമയം ഭഗവാനെ കൂടുതലായി ഭജിക്കണമെന്നാണ് പറയണത്. കാരണം ആ സമയത്തെ ഭജനം ഭഗവാനെ വളരെ പ്രീതിപ്പെട്ടതാണ്. ഭഗവാൻ മഹാലക്ഷ്മിയോടുകൂടി ഭൂമിയിൽ കാണപ്പെടുന്ന സമയമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഭൂമിയിലേക്ക് വ്രതം അനുഷ്ഠിക്കുന്ന ആളുകളെ കാണാനായിട്ട് എത്തുന്നതാണ് ആ സമയം എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. ഹരിവാസര സമയം എന്ന് പറയുന്നത് 21-ാം തീയതി വെളുപ്പിന് 4:17 മുതൽ ഉച്ചയ്ക്ക് 3:01 വരെയാണ്. അതുകൊണ്ട് ഏകാദശി സമയം 4 മണിക്ക് എഴുന്നേറ്റ് ശുദ്ധിയായി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. അന്നേ ദിവസം ഓം ശ്രീധരായ നമ എന്ന ഈ മന്ത്രം കൂടി ജപിക്കണം. എത്ര തവണ ജപിക്കാൻ പറ്റിയാലും അത്രയും തവണ ജപിക്കുക. അത് വളരെ പുണ്യമാണ്. പാരണ സമയത്ത് പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. വീട്ടിലാണെങ്കിൽ ഭഗവാന്റെ മുന്നിൽ വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ഭഗവാന് വ്രതം സമർപ്പിക്കാം. നമ്മൾ നൈവേദ്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസാദമായി സേവിക്കാം. വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാം. പിന്നെ പാരണ വീടി കഴിഞ്ഞാൽ ആ ദിവസം കൂടി നോൺ വെജ് കഴിക്കാതിരിക്കാം. എന്നാലാണ് നമ്മൾ വ്രതമെടുത്തതിന് ഫലമുണ്ടാവുള്ളൂ. കാമിക ഏകാദശി വ്രതമെടുത്താൽ സ്വന്തം പാപങ്ങളും പിതൃപാപങ്ങളും വരെ മാറി മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് കാമിക ഏകാദശിയുടെ കഥ കേൾക്കാം. പണ്ട് ഒരു ഗ്രാമത്തിൽ വളരെ ധീരനായ ഒരു ക്ഷത്രിയൻ താമസിച്ചിരുന്നു. ഈ ക്ഷത്രിയൻ ഒരു നിസ്സാര കാര്യത്തിന് ആ ഗ്രാമത്തിൻ്റെ ഒരു ബ്രാഹ്മണനായി വഴക്കുണ്ടായി. ആ വഴക്ക് വലിയ വഴക്കായി കലാശിച്ചു. അവസാനം ഈ ക്ഷത്രിയൻ ബ്രാഹ്മണനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ ആ ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്ഷത്രിയന് വളരെയധികം കുറ്റബോധം തോന്നി. എന്നിട്ട് ആ ബ്രാഹ്മണ സമൂഹത്തോട് തൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞു. ആ ക്ഷത്രിയൻ ബ്രാഹ്മണ സമൂഹത്തോട് അപേക്ഷിച്ചു, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന്. പക്ഷേ ബ്രാഹ്മണ സമൂഹം സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാപം ഒഴുക്കിക്കളയുക, പാപമോചനം നേടുക. അതിനുശേഷം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചോളൂ.
അപ്പോൾ ക്ഷത്രിയൻ ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്നും മുക്തനാകുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, ശ്രാവണ മാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി ദിവസം ഉപവസിക്കുക, രാത്രി മുഴുവനും ഉണർന്നിരിക്കുക, എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി ഭഗവാനെ സമർപ്പിച്ച് തൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്ന് ഭഗവാനോട് ക്ഷമയാചിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. അതനുസരിച്ചിട്ട് ഈ ക്ഷത്രിയൻ ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഈ കാമിക ഏകാദശി വ്രതം ഭക്തിയോടുകൂടി അനുഷ്ഠിച്ചു. രാത്രി ഉറങ്ങാതെ നാമം ജപിച്ചു എന്നാണ് പറയുന്നത്. അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വൈകുണ്ഠപതിയായ ശ്രീഹരി ശ്രീധര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ്, നിന്റെ പാപങ്ങൾ മുഴുവനായി നശിച്ചിരിക്കുന്നു. പിറ്റേന്ന് പാരണയൊക്കെ വീടി ഇദ്ദേഹം ആ ബ്രാഹ്മണ സമൂഹത്തേക്ക് ചെന്നു. ബ്രാഹ്മണ സമൂഹം അത് അംഗീകരിച്ചു. ക്ഷത്രിയനെ പാപമുക്തനായി അംഗീകരിച്ചു. അതിനുശേഷം അവർ എല്ലാവരും കൂടി ഇരുന്നു ഭക്ഷണം കഴിച്ചു എന്നാണ് പറയണത്. ഏകാദശി ദിവസം ഈ വ്രതകഥ കേൾക്കുകയും ഈ വ്രതകഥ പറയുകയും ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഏകാദശി പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ പാരണ വിടണ സമയം കൂടി പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ പാരണ വിടേണ്ട സമയം 2025 ജൂലൈ 22 രാവിലെ 6:12 മുതൽ 7:05 വരെയാണ്. ഭഗവാനെ ശ്രീധര, എൻ്റെ പാപങ്ങൾ ആ ക്ഷത്രിയൻ്റെ പാപങ്ങൾ പൊറുത്തതുപോലെ എൻ്റെ പാപങ്ങളും പൊറുക്കണമേ എന്ന് ശ്രീഹരിയോട് പറയണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഏറ്റവും പുണ്യകരമായ രീതിയിൽ സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം. ഓം ശ്രീധരായ നമഃ എന്ന് എത്ര തവണ ജപിക്കാൻ പറ്റിയാൽ അത്രയും തവണ ജപിക്കുക. അത് വളരെ പുണ്യമാണ്.